2026 G7 ഉച്ചകോടിയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. മോഡിയെ പ്രകീർത്തിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സവിശേഷതകളെ എടുത്തു പറഞ്ഞുകൊണ്ടുമുള്ള ഒരു അഭിപ്രായമായിരുന്നു എന്നത് പ്രത്യേകിച്ചൊന്നും തോന്നാത്ത കാര്യമാണെങ്കിലും അതിൻ്റെ ഉപസംഹാരം, പ്രശംസയുടെ അവസാന വാക്ക് ഹീസ് എ ടോട്ടൽ കില്ലർ എന്നായിരുന്നു. ആ വാചകങ്ങൾ അതേപടി വായിച്ചാൽ ഹീസ് ഗ്രേറ്റ്, ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ, ഓൺ ദി ഔട്ട്സൈഡ് ഹീ ലുക്സ് ലൈക്ക് ഹീസ് യുവർ ഫാദർ, ഹീസ് ദ നൈസസ്റ്റ് ബട്ട് ഹീസ് എ ടോട്ടൽ കില്ലർ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നമ്മുടെ പ്രധാനമന്ത്രി മോഡിയെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കില്ലർ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഇതിലെ വിഷയം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തെ കൊലയാളി എന്ന് വിളിച്ചതല്ലത്. അതായത് ഒരു അമേരിക്കൻ ശൈലി ഉപയോഗിക്കുമ്പോൾ കില്ലർ എന്ന വാക്കിന് സാന്ദർഭികമായി മറ്റു പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ ട്രംപ് ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ഏതായാലും യഥാർത്ഥത്തിൽ മോഡി ഒരു കൊലയാളിയാണെന്ന് ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അങ്ങനെയല്ലല്ലോ അത് അഭിപ്രായപ്പെടുക. ട്രംപ് ഉദ്ദേശിച്ചത് ആ അമേരിക്കൻ ശൈലിയിൽ കില്ലർ എന്നതുകൊണ്ട് ടഫ് ഗൈ, അതായത് പുറമേക്ക് അത്ര സ്നേഹമസൃണനായി തോന്നുമെങ്കിലും അദ്ദേഹം അതിൻ്റെ ടഫ് നെഗോഷിയേറ്റർ എന്ന വാക്കുകൂടി അദ്ദേഹം നേരത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അദ്ദേഹവുമായിട്ടുള്ള ഡീലിങ്ങളിൽ അദ്ദേഹം വളരെ ടഫായിരിക്കും, കണിശക്കാരനായിരിക്കും. ഹിന്ദിയിൽ പറയാറില്ലേ ഖതർനാക് ആദ്മി. അതേപോലെ നമ്മൾ മലയാളത്തിൽ സന്ദർഭം നോക്കാതെ ചിലപ്പോൾ ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പോലെ മോശം, ചീത്ത, ഞാൻ മഹാ നാറിയാണ്, ചീത്തയാണ് എന്നൊക്കെ മറ്റൊരർത്ഥത്തിൽ, വ്യംഗ്യാർത്ഥത്തിൽ പറയാറുണ്ട്. വേറിട്ട അർത്ഥമാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് കൊലയാളി എന്ന വാക്ക് ഉപയോഗിച്ചെങ്കിലും അത് മോഡി ഒരു കൊലയാളിയാണ് എന്ന അർത്ഥത്തിൽ അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അതൊരു അമേരിക്കൻ ശൈലിയുടെ ഭാഗമായിട്ടാണ്. ബട്ട് ഇത്രയൊക്കെ നന്മകളും പുറത്തേക്കുള്ള സൗമ്യതകളും ഉണ്ടെങ്കിലും അദ്ദേഹം ആള് ഭയങ്കരനാണ് എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. ട്രംപ് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് നല്ലത് മാത്രമാണെങ്കിലും ഇന്ത്യക്കാർക്ക്, ലോകത്തിന് ട്രംപിനെ കുറിച്ചും ഇന്ത്യക്കാർക്ക് മോഡിയെക്കുറിച്ചും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അത് നമ്മൾ കില്ലർ എന്ന കഠിന പദങ്ങൾ ഉപയോഗിച്ച് പറയാനാവില്ലെങ്കിലും ഏതാണ്ട് അതിനൊക്കെ സമീപത്ത് വരുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് അവർ അർഹരാണ് എന്നുള്ളതാണ് വാസ്തവം. ഏകദേശം ഏകാധിപത്യ സ്വഭാവമുള്ള, കാർക്കശ്യമുള്ള ഏത് ഭരണാധികാരിയും ഒരു കില്ലർ കൂടിയായിരിക്കും എന്നുള്ളതാണ് വസ്തുത. അത് എത്ര മികച്ച രാജവംശത്തിലെ അംഗമായിരുന്നാലും രാജാവായിരുന്നാലും കൊല ചെയ്യാത്ത ഒരു രാജാവും ഉണ്ടാവില്ല ഈ ലോകത്ത്. രാജധർമ്മം പാലിക്കുന്നവരും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. ആ നിലക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നല്ല, ഇന്ത്യയെ പോലെ വിപുലമായ ജനസംഖ്യയുള്ള വൈപുല്യമുള്ള രാഷ്ട്രങ്ങളുടെ തലവന്മാരെല്ലാം അറിഞ്ഞോ അറിയാതെയോ കൊലയാളികൾ തന്നെയാണ്. അവർ കരുതിക്കൂട്ടി ആരെയും കൊല ചെയ്യുന്നതല്ലെങ്കിൽ പോലും രാജ്യത്ത് നടക്കുന്ന നികൃഷ്ടമായ പല കൊലകളുടെയും പിന്നിൽ അവരുടെ കുറെ സ്വാധീനം പരോക്ഷമായി ഉണ്ടാവും എന്നുള്ളതാണ് വസ്തുത. മോഡിയോ അമേരിക്കൻ പ്രസിഡന്റുമാരോ കൊലയാളികളാണോ അല്ലയോ എന്നുള്ളത് ലോകത്തിനറിയാം. വ്യക്തമായി പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണത്. അതെടുത്തു പറയേണ്ട കാര്യമില്ല. മോഡിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലക്ക് കൊലയാളി എന്ന വാക്ക് ഉപയോഗിക്കാനാവില്ല. കാരണം അത് വളരെ റെസ്പെക്റ്റ് ഇല്ലാത്ത, ബഹുമതിയില്ലാത്തൊരു വാക്കാണ്. ശ്രീ ട്രംപ് അദ്ദേഹത്തെ പറ്റി ഈസ് എ ടോട്ടൽ കില്ലർ എന്ന് പറഞ്ഞതും അദ്ദേഹം ഒരു ടോട്ടൽ കൊലയാളിയാണ് എന്ന അർത്ഥത്തിലേ അല്ല. ഏതായാലും അതിൻ്റെ പേരിൽ മോഡി വിരുദ്ധർക്ക് സന്തോഷിക്കാൻ വകയൊന്നുമില്ല. മോഡി വിരുദ്ധർക്ക് അവരുടേതായ രീതികളിൽ മോഡിയെ കൊലയാളിയായിട്ടോ സ്നേഹമസൃണനായ ഒരു ഭരണാധികാരിയായിട്ടോ കാണാവുന്നത് അവരുടെ സൗകര്യമാണ്. എങ്കിലും പൊതുവായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊലയാളി എന്ന് വിളിക്കപ്പെടുന്നതോ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതോ അഭികാമ്യമല്ല. ശ്രീ ട്രംപിന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തിരുത്തേണ്ടി വരില്ല. കാരണം അദ്ദേഹം ഉദ്ദേശിച്ചത് അമേരിക്കൻ ശൈലിയിലുള്ള കില്ലർ എന്ന വാക്കിൻ്റെ മറ്റർത്ഥങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചുള്ള വാക്കുകൾ തിരുത്തേണ്ടതില്ല.